ഡയറക്റ്റ് ചെയ്തത് തന്നെയാണ്. രഞ്ജിയേട്ടൻ്റെ വൈഫായിട്ടാണ് അതിൽ ചെയ്തത്, രഞ്ജി പണിക്കരുടെ വൈഫായിട്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കല്യാണി എന്നാണ് വായിൽ വരുന്നത്. അതിൽ ജാൻവി മലയാളിയാണ്. അപ്പോൾ ജാൻവിയുടെ ഫാമിലി കാണിക്കുന്നത് ഇവിടെ ആലപ്പുഴയിലാണ്. അപ്പോൾ ജാൻവിയുടെ അച്ഛനും അമ്മയും കുഞ്ഞിലേ മരിക്കുന്നു. പിന്നെ നോക്കി വളർത്തുന്നത് അമ്മാവനും അമ്മായിയാണ്. അതിൽ അമ്മാവനായിട്ടാണ് രഞ്ജിയേട്ടൻ, അമ്മായിയായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സോങ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പടം എടുക്കാനുള്ള കാശായിരിക്കും തോന്നുന്നു. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ അവരത്ര ഫണ്ട് ചെയ്യുന്നുണ്ട്. സോങ്ങിനായിട്ടൊക്കെ തന്നെ അവർ ബോംബെയിലൊക്കെ സെറ്റ് ചെയ്ത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ദൈവമേ ഇത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മലയാള സിനിമ ചെയ്യാൻ നല്ലതെന്ന് തോന്നും നമുക്ക്. ഒരു പാട്ടിന് അത്രയും അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ടത് അവർ പോസ്റ്റ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ പ്രൊമോഷനൊക്കെ ആയിട്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ ഫണ്ട് എത്രത്തോളം പടത്തിന് ഇറക്കുന്നുണ്ടോ അതേ ഫണ്ട് തന്നെ അവർ പ്രൊമോഷൻ പരിപാടികൾക്കും ഇറക്കുന്നുണ്ട്. നമ്മൾ പാവം ഇവിടെ മലയാളീസ് കഷ്ടപ്പെട്ടിട്ടാണ്, വളരെ കുഞ്ഞു ഫണ്ടിലല്ലേ നമ്മൾ സിനിമ എടുക്കുന്നത്. പക്ഷേ കുഞ്ഞു ഫണ്ടിലാണേലും നല്ല സിനിമ കണ്ടന്റുകൾ എല്ലാവരും അസൂയപ്പെടുന്നത്. അതെ അതെ, നമ്മൾക്ക് സ്ക്രിപ്റ്റ് വൈസും ഡയറക്ടോറിയൽ സൈഡും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഏബിളായിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്കൊരു കഥയാണല്ലോ ബാക്കിയെല്ലാം. അത് സംഭവിക്കുന്നുണ്ടോ അവിടെ എന്ന് ചോദിച്ചാലാണ് സംശയം. മിക്കവാറും എല്ലാ സിനിമകളിലും മറ്റേ ത്രികോണ പ്രണയമോ അല്ലെങ്കിൽ ഒരാൾ വിരഹമോ അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്തേ സാധനമല്ലാതെ ബാക്കിയൊന്നും സംഭവിക്കുന്നില്ലല്ലോ.